എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. നമുക്കിപ്പം പതുക്കെ മഴക്കാലാകാൻ പോവുകയാണ്. കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ജൈവവളം നമ്മുടെ ഓർക്കിഡ്സിനൊപ്പം കൊടുക്കണം കേട്ടോ. ഓർക്കിഡ്സ് എന്നല്ല, എല്ലാ പ്ലാന്റിനും കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ജൈവവളം കൊടുക്കുക. മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുറെ പേരുടെയെങ്കിലും ആഗ്രഹം പോലെ രാസവളത്തിലേക്കായിരിക്കും പോവുക. എന്നുവെച്ചാൽ മഴക്കാലത്ത് ജൈവവളം കൊടുത്താൽ നിങ്ങൾക്കറിയാം, അത് ഫംഗസ് അറ്റാക്ക് ഉണ്ടാകും, പ്ലാന്റ് പോകും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ മഴയൊന്നും പേടിക്കണ്ട. ആ പകല് നല്ല ചൂടായിരിക്കുമല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ ഈ സമയം നമ്മൾ മാക്സിമം നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ മാത്രം കൊടുത്ത് നമ്മുടെ ചെടി ഒന്ന് ആരോഗ്യമാക്കി എടുക്കുക. അത് കഴിഞ്ഞ് മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കെമിക്കൽ കൊടുക്കാൻ തുടങ്ങാം. ഇപ്പൊ കെമിക്കൽ കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓർഗാനിക് മാത്രം കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഇന്നത്തേത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ വളം, നമ്മുടെ അരി കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളം, പിന്നെ അതിൻ്റെ കൂടെ ഈ ശീമക്കൊന്നയുടെ ഇല, പച്ചക്കറി വേസ്റ്റ്. അതായത് പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചില സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അതെടുത്ത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ പച്ചക്കറിയുടെ തൊലി, നമ്മൾ കട്ട് ചെയ്യുന്ന തൊലികൾ എടുത്ത് ഇടുക. അങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും. കഞ്ഞിവെള്ളം കാടിവെള്ളം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അരി കഴുകിയ വെള്ളം കാടിവെള്ളമാണല്ലോ, അറിയാലോ. അപ്പം അതും ഒഴിച്ച് അതിനകത്തേക്ക് ഈ പച്ചക്കറി വേസ്റ്റ് കൂടി ഇട്ട് ഒരു 1-2 ആഴ്ച അങ്ങനെ വെക്കണം. ഡെയിലി ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഫെർട്ടിലൈസറാണ് ഇന്ന് ഈ കാണുന്നത്. ഇത് ഞാൻ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ വേസ്റ്റ് ആണ് ഇത് ഈ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ഫിൽറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അരി കഴുകിയ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കുന്നത് കാരണം ഈ ഫെർട്ടിലൈസർ 1 ലിറ്റർ ഈ ഫെർട്ടിലൈസറും 1 ലിറ്റർ സാധാ വെള്ളവും അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം മാത്രമാണെങ്കിൽ നമ്മൾ 1 ലിറ്റർ ഫെർട്ടിലൈസറിന് ഒരു 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അരി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് 1 ലിറ്റർ ഫെർട്ടിലൈസർ 1 ലിറ്റർ സാധാ വെള്ളം, അങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിക്ക് കൊടുക്കാം. നല്ല രീതിയിൽ പ്ലാന്റിന് ഗ്രോത്തും ഉണ്ടാകും, ഫ്ലവറിങ് ഉണ്ടാകും. എല്ലാം കൊണ്ടും നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ഇതും കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഓർഗാനിക് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് അധികം ദിവസം ഓർഗാനിക് കൊടുക്കാൻ പറ്റില്ല. മഴ നല്ല നിന്നും മഴ പെയ്യുമല്ലോ, വെയിലൊന്നും ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂറും മഴ പെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാലവർഷം വരുവാണ്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഫെർട്ടിലൈസർ കൊടുത്ത് നമ്മുടെ ചെടിയെ ആരോഗ്യമാക്കി എടുക്കുക. അപ്പൊ ഞാനിത് നമ്മുടെ ഫെർട്ടിലേക്ക് ഒഴിക്കാം. ഫെർട്ടിലൈസർ എല്ലാം ഞാൻ നമ്മുടെ ഈ ഇതിനകത്ത് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ സ്പ്രെയറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. ഇന്ന് ഞാൻ ഈ ചെടിക്ക് ഈ വളം കൊടുക്കുമ്പോഴത്തേന് പ്ലാന്റ് നനയ്ക്കുന്നില്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ചെടിക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നനഞ്ഞാൽ മതി ഇന്ന് നമ്മുടെ ചെടി കേട്ടോ. ചൂടില് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിനൊപ്പം നനയ്ക്കണം എന്നുള്ള ഒന്നും വിചാരിക്കേണ്ട. ഇതിങ്ങനെ ഡയറക്റ്റ് നമുക്ക് ചെടിക്ക് കൊടുക്കാം. ഇതിനകത്ത് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അങ്ങനെ ചെടിക്ക് വേണ്ട പോഷകങ്ങളും മൂലകങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ഇന്നത്തേത്. ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ഇപ്പോൾ 1 രൂപ പോലും നമ്മൾ മുടക്കാതെ തന്നെ നമ്മുടെ ചെടി നല്ല ആരോഗ്യമായിട്ട് ഹെൽത്തി ആക്കി വളർത്തിയെടുക്കാം. നല്ല പൂക്കളും കിട്ടും. ഈ പച്ചക്കറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാം ഇടാം കേട്ടോ. പച്ചക്കറിയുടെ വേസ്റ്റുകൾ, ഇനി മീനൊക്കെ കഴുകുന്ന വെള്ളം കിട്ടുവാണെങ്കിൽ അത്, അതുപോലെ പഴത്തൊലി, ഏത് ഫ്രൂട്ട്സിന്റെ ആണേലും പഴത്തൊലി, അങ്ങനെ എന്തെല്ലാം കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനെ ഈ ഒരു 2-3 ആഴ്ച വെച്ച് പുളിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതിന്റെ ആ ഗുണങ്ങളെല്ലാം നമ്മുടെ വെള്ളത്തിൽ കിട്ടും. ആ വെള്ളമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. എന്നിട്ട് അതിന്റെ റിസൾട്ട് പറയാൻ പറഞ്ഞാൽ കുറച്ചു പേരൊക്കെ കമന്റിൽ കൂടെ പറയാറുണ്ട്, കുറച്ചു പേരൊന്നും മിണ്ടാറില്ല. എപ്പോ പറഞ്ഞാലും അത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പോകുന്നത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആർസി ഗാർഡൻ ഫാമിലിയിൽ ഒരു അംഗമാവുക. ഇതിന്റെ ലാസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് ഫ്ലവർ പിക്ക് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അത് കുറെ പേരെങ്കിലും കാണുന്നുണ്ട്, അവർക്കെല്ലാം താല്പര്യമുണ്ട്, ഫ്ലവർ കാണാൻ ഇഷ്ടമുള്ളവര്
ഈ ഫ്ലവർ കാണിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങളെ കൂടി അറിയിക്കാനാണ് ഞാൻ ഈ ഫ്ലവർ കാണിച്ചു തരുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ഗുണകരമായ വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്.